ആനിമെ ഫാൻസിന് 2025 എന്ന് പറയുന്നത് വളരെ മികച്ചൊരു വർഷം തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് മികച്ച ആനിമകൾ 2025 കിട്ടിയിട്ടുണ്ട്. ഇനി 2025 നിന്ന് 2026 കടക്കുമ്പോൾ 2026 ഒരുപാട് ആനിമകളാണ് വരാൻ പോകുന്നത്. അതിൽ തന്നെ ഒരുപാട് പുതിയ ആനിമകളും ഒപ്പം പല ആനിമകളുടെയും പുതിയ സീസൺസും വരുന്നുണ്ട്. ഇതിൽ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന പല ആനിമകളും 2026 പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ 2026 പുറത്തിറങ്ങുന്ന ഈ ആനിമകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. ഒപ്പം തന്നെ ആനിമയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2026 തുടക്കത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ആനിമ റിലീസിൽ തന്നെ നോക്കാം. ജനുവരി 8 ജുജുത്സു കൈസന്റെ സീസൺ 3 പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. 2023 സീസൺ 2 പ്രീമിയർ ചെയ്തതിനു ശേഷം ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് സീസൺ 3 എത്തുന്നത്. ഈ സീസണിൽ ജുജുത്സു കൈസന്റെ കള്ളിംഗ് ഗെയിം ആർക്കായിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 23-24 എപ്പിസോഡുകളായിരിക്കും സീസൺ 2 ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ജനുവരിയിൽ തന്നെ പുറത്തിറങ്ങാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആനിമയാണ് ഫ്രെയർ ആൻഡ് ബിയോണ്ട് ദ ജേർണീസ് ആൻഡ് സീസൺ 2. സീസൺ 1 ഫീൽ ഗുഡ് ആയ ബ്യൂട്ടിഫുൾ ആയ എന്നാൽ അധികം ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ ഉള്ള ആക്ഷൻ സീക്വൻസ് എല്ലാം തന്നെ ടോപ്പ് ലെവലിൽ ചെയ്ത ഒരു മികച്ച ആനിമയായിട്ട് തന്നെയാണ് സീസൺ 1 അവസാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സീസൺ 2 വരുമ്പോൾ വളരെയധികം പ്രതീക്ഷകളുണ്ട് ഈ ഒരു സീസണിൽ. ജനുവരി 16 ഫ്രെയർ എന്റെ സീസൺ 2 പുറത്തിറങ്ങാൻ പോകുന്നത്. സീസൺ 1 ഫസ്റ്റ് ക്ലാസ് മേജ് എക്സാമിന് ശേഷമുള്ള അവരുടെ തുടർന്നുള്ള ജേർണി ആയിരിക്കും ഈ ഒരു സീസണിലൂടെ കാണാൻ പോകുന്നത്. അതേപോലെ ജനുവരി 10 ഹെൽസ് പാരഡൈസിന്റെ സീസൺ 2 ആയ ഹെൽസ് പാര ജിറോകുറാക്കു സീസൺ 2 പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. ജനുവരി 9 ഫയർഫോഴ്സിന്റെ അടുത്ത പാർട്ടായിട്ടുള്ള ഫയർഫോഴ്സ് സീസൺ 3 പാർട്ട് 2 പുറത്തിറങ്ങുന്നുണ്ട്. ഫയർഫോഴ്സ് ആനിമയുടെ ഫൈനൽ സീസൺ ആണ് ഇത്. ഇതിന്റെ പാർട്ട് 1 കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിരുന്നു. ഇതിന്റെ പാർട്ട് 2 ആണ് ജനുവരിയിൽ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും ഈ ആനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. മികച്ചൊരു ആനിമ തന്നെയാണ്. അതേപോലെ തന്നെ ഓഷിനോക്കോയുടെ സീസൺ 3 ഈ ഒരു ജനുവരിയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലായി ഇറങ്ങിയ ആനിമകളുടെ ഇനി പുതിയതായി വരാനുള്ള സീസൺസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ആനിമകളിൽ ഒന്നായിട്ടുള്ള സോളോ ലെവലിംഗ് തന്നെ ആദ്യം നോക്കാം. സോളോ ലെവലിംഗ് സീസൺ 3 അപ്ഡേറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സീസൺ 3 ഈ വർഷം വരാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലീക്സ് അനുസരിച്ച് 2027 സീരീസിന്റെ സീസൺ 3 വരാൻ പോകുന്നത്. ഒപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഹൈ പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് വേണ്ടി ഇതിന്റെ കാത്തിരിപ്പ് വീണ്ടും നീണ്ടുപോയേക്കാം എന്നാണ്. അതായത് 2028 വരെ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് പറയുന്നത്. എന്നാൽ തന്നെയും ഇതിന്റെ ഒപ്പം വരുന്ന ഒരു നല്ല വാർത്ത എന്തെന്നാൽ 2026 അവസാനമോ അല്ലെങ്കിൽ 2027 തുടക്കത്തിലോ ആയി സോളോ ലെവലിംഗിന്റെ ഒരു ആനിമെ മൂവി വരുന്നുണ്ട് എന്നാണ്. കൺഫേംഡ് അല്ല, എന്നാൽ തന്നെയും ശക്തമായ ലീക്സും റൂമേഴ്സും ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. അതിൽ തന്നെ ഇത് വെറും ഒരു സൈഡ് സ്റ്റോറി ആവാനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതലും ഇത് സീസൺ 2 സീസൺ 3 ഇടയിലുള്ള ഒരു കാനോൺ ഇവന്റ് ആവാനാണ് സാധ്യത. ലീക്സ് പറയുന്നതനുസരിച്ച് ഡബിൾ ഡഞ്ചൻ ആർക്കിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കും ഈ മൂവി എന്നാണ് പറയുന്നത്. ഇത് കൂടാതെയുള്ള മറ്റൊരു റൂമറാണ് ഡീമൺ സ്ലെയർ, ഇൻഫിനിറ്റി കാസ്റ്റിൽ, ചെയിൻസോ മാൻ എന്നീ സിനിമകൾ വലിയ വിജയങ്ങൾ നേടി എന്നതുകൊണ്ട് തന്നെ സോളോ ലെവലിംഗിന്റെ സീസൺ 3 ഒരു സിനിമയാക്കി പുറത്തിറക്കിയേക്കും എന്നും പറയുന്നുണ്ട്. ഇതൊന്നും തന്നെ കൺഫേംഡ് അല്ല, വെറും ലീക്സും റൂമേഴ്സും ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് നേരെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആനിമകളിൽ വെച്ച് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമ എന്ന് പറയാൻ കഴിയുന്ന ലോർഡ് ഓഫ് മിസ്റ്ററീസിന്റെ അടുത്ത സീസണെ കുറിച്ചുള്ള അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. സീസൺ 2 എന്തായാലും ഈ വർഷം വരില്ല. ലോർഡ് ഓഫ് മിസ്റ്ററീസിന്റെ സീസൺ 2 2027 വരിക എന്നത് കൺഫേം ചെയ്ത കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ സീസൺ 2 ഏകദേശം 30-ലധികം എപ്പിസോഡുകളായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. സീസൺ 1 യഥാർത്ഥത്തിൽ ലോർഡ് ഓഫ് മിസ്റ്ററീസിന്റെ വെറും ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന് വേണം പറയാൻ. സീസൺ 1 കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണണം. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ വെച്ച് തന്നെ മികച്ച വിഷ്വൽസും ഒപ്പം നരേഷനും ക്യാരക്ടർ ഡെവലപ്മെന്റും ആക്ഷൻ സീക്വൻസും അതോടൊപ്പം സ്റ്റോറി കൊണ്ടും എല്ലാം തന്നെ വളരെയധികം മികച്ചൊരു സീരീസ് ആയിരുന്നു ലോർഡ് ഓഫ് മിസ്റ്ററീസ്. പിന്നെ നോക്കുമ്പോൾ റീസീറോന്റെ സീസൺ 4 ഈ വർഷം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇത് ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിന്റെ സീസൺ 2 ഈ വരുന്ന ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡെവിൽ മേ ക്രൈ സീസൺ 2 ആനിമെ മെയ് 12 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഡണ്ടടൻ ആനിമയുടെ സീസൺ 3 ഈ വർഷം വരില്ല, 2027 സീസൺ 3 വരാൻ പോകുന്നത്. പിന്നെ അടുത്തതായി കൈജു നമ്പർ 8 അപ്ഡേറ്റ്സിലേക്ക് നോക്കുമ്പോൾ കൈജു നമ്പർ 8 സീസൺ 3 ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സീസൺ 3 ആയിരിക്കും കൈജു നമ്പർ 8 ഫൈനൽ സീസൺ. മാംഗയിലെ അവസാന ചാപ്റ്ററുകളായിരിക്കും ഈ ഒരു സീസണിലൂടെ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വൺ പീസിന്റെ അപ്ഡേറ്റ്സ് നോക്കാം. ഡിസംബർ 28 വൺ പീസിന്റെ എഗ് ഹെഡ് ആർക്ക് കംപ്ലീറ്റ് ആയിരുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ വൺ പീസ് ഇനി മുതൽ ഒരു വീക്ക്ലി ആനിമ അല്ല, മറിച്ച് മറ്റു സീരീസുകളെ പോലെ തന്നെ ഒരു സീസണൽ ആനിമ ആയിരിക്കും ഇനി വൺ പീസ്. വർഷത്തിൽ ഇനി മുതൽ മാക്സിമം 26 എപ്പിസോഡുകൾ മാത്രമേ വൺ പീസ് പുറത്തിറക്കുകയുള്ളൂ. ഇനി വരാനിരിക്കുന്ന എൽബ ഫാർക്കിലൂടെ ആയിരിക്കും ഇതിന് തുടക്കമിടുക. ഏപ്രിൽ 5 ഇത് പ്രീമിയർ ചെയ്യാൻ ആരംഭിക്കുക. ഏകദേശം 25 വർഷത്തോളം ഒരു വീക്ക്ലി ആനിമയായിരുന്ന വൺ പീസ് ഒരു സീസണൽ ആനിമയായി മാറിയിരിക്കുകയാണ്. ഒരു കണക്കിന് ഇതൊരു നല്ല തീരുമാനമാണെന്ന് തന്നെ പറയാം.
ഇങ്ങനെ സീസണൽ ആനിമയെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ആനിമേഷൻ ക്വാളിറ്റിയും പേസിങ്ങും എല്ലാം തന്നെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. അങ്ങനെ എന്തായാലും വൺ പീസിന്റെ 1155 എപ്പിസോഡുകൾ നീണ്ടു നിന്ന വീക്ക്ലി ഫോർമാറ്റ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ വൺ പീസിന്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷന്റെ സീസൺ 2 മാർച്ചിൽ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങും. അലബാസ്റ്റ സാഗയായിരിക്കും ഈ സീസണിലൂടെ വരാൻ പോകുന്നത്. അടുത്തതായി ഈ വർഷത്തെ മറ്റൊരു പ്രധാനപ്പെട്ട റിലീസായ ഡോക്ടർ സ്റ്റോണിന്റെ സീസൺ 4 ആയ ഡോക്ടർ സ്റ്റോൺ സയൻസ് ഫ്യൂച്ചർ പാർട്ട് 3, അതായത് സീസൺ 4ന്റെ അവസാന പാർട്ട്, അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റോൺ ആനിമയുടെ അവസാന പാർട്ട്, ഡോക്ടർ സ്റ്റോണിന്റെ ഫിനാലെ, ഈ വർഷം ഏപ്രിലായിരിക്കും ഇത് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ടോട് കൂടി ഡോക്ടർ സ്റ്റോൺ അങ്ങനെ അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് കാണാൻ നോക്കുക. അത്യാവശ്യം മികച്ചൊരു ഷോനൻ ആനിമ തന്നെയാണ് ഡോക്ടർ സ്റ്റോൺ. അടുത്തതായി 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബ്ലാക്ക് ക്ലോവർ അങ്ങനെ തിരിച്ചു വരികയാണ്. എക്സാക്ട് റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നത് കൺഫേംഡ് ആണ്. ഈ സീസണിലൂടെ സ്പേഡ് കിങ്ഡം ആർക്കായിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ബ്ലീച്ച് 1000 ഇയർ ബ്ലഡ് വാറിന്റെ പാർട്ട് 4ഉം ഈ വർഷം വരുന്നുണ്ട്. ജൂലൈയിലായിരിക്കും ഇത് പുറത്തിറങ്ങുക. ബ്ലീച്ച് 1000 ഇയർ ബ്ലഡ് വാർ കലാമിറ്റി എന്നായിരിക്കും ഇതിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ. ഇത് 1000 ഇയർ ബ്ലഡ് വാർ ആർക്കിന്റെ ഒരു അവസാനമായിരിക്കും എന്നാണ് പുറത്തു വരുന്നത്. 2026 വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിലീസ് ആയിരിക്കും ജോജോസ് ബിസാർ അഡ്വഞ്ചർ പാർട്ട് 7. ഇതുവരെ ഇത് വെറും ഒരു റൂമർ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ജംപ് ഫെസ്റ്റിലാണ് ഇത് ഒഫീഷ്യലായി ഒരു ട്രെയിലർ റോൾ കൺഫേം ചെയ്തത്. 2026 മാർച്ച് 19 ഇത് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് ആദ്യ എപ്പിസോഡിന്റെ ടൈറ്റിൽ. 47 മിനിറ്റ് വരുന്ന ഈ ഒരു എപ്പിസോഡോടെ ആയിരിക്കും ഈ സീരീസിന് തുടക്കമാവുക. പിന്നെ സഗുമോട്ടോ ഡേയ്സിന്റെ സീസൺ 2 ആദ്യ സീസണിന്റെ സക്സസിന് ശേഷം സീസൺ 2 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വർഷം അവസാനത്തോടെ പുറത്തിറങ്ങും. ആനിമ മൂവീസായി ഈ വർഷം അങ്ങനെ വലിയ റിലീസുകളൊന്നും കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റൽ മൂവിയുടെ ഡിജിറ്റൽ റിലീസ് ഈ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ആയിട്ട് ഉണ്ടാകും. ഇനി അടുത്ത മൂവിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ വർഷം റിലീസ് ഉണ്ടാകുമെന്ന രീതിയിലും കേൾക്കുന്നുണ്ടെങ്കിലും കൂടുതലും അടുത്ത വർഷം 2027 തന്നെ ആയിരിക്കും റിലീസ് ഉണ്ടാവുക. പിന്നെ ഇവർ മുഗൻ ട്രെയിനിന് ശേഷം ചെയ്ത പോലെ ഇൻഫിനിറ്റി കാസ്റ്റൽ മൂവിക്ക് ശേഷം അത് എപ്പിസോഡ് വൈസ് പുറത്തിറക്കുമെന്ന രീതിയിലും റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഒഫീഷ്യലി അങ്ങനെ ഒരു കാര്യം ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്നാൽ അത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഇതേപോലെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു മൂവി ആയിരുന്നു ചെയിൻസോ മാൻ മൂവി. അതിന്റെ ഡിജിറ്റൽ റിലീസ് ഈ സ്പ്രിംഗ് സീസണിലായിട്ട് ഉണ്ടാകും. പിന്നെ മൈ ഹീറോ അക്കാഡമിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മൈ ഹീറോ അക്കാഡമി അവസാനിച്ചെങ്കിലും ഈ മൈ ഹീറോ അക്കാഡമിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇറങ്ങുന്നുണ്ട്. മെയ് 2 ഇറങ്ങുന്ന ഈ എപ്പിസോഡിലൂടെ മൈ ഹീറോ അക്കാഡമിയുടെ എൻഡിങ്ങിന് ശേഷം ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയായിരിക്കും ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. മാംഗയിലെ ഒരു സ്പെഷ്യൽ എപ്പിലോഗ് ചാപ്റ്ററായ ചാപ്റ്റർ 431 ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ മൈ ഹീറോ അക്കാഡമിയുടെ സ്പിൻ ഓഫ് ആയ മൈ ഹീറോ അക്കാഡമിയ വിജിലാൻറ്റീസിന്റെ സീസൺ 2 ജനുവരി 5 പുറത്തിറങ്ങും. അതേപോലെ ഈ വർഷം ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്ന ഒംനിസിയന്റ് റീഡേഴ്സ് വ്യൂ പോയിന്റിന്റെ ഒരു വിവരവും മുമ്പ് കേൾക്കാനില്ല. എല്ലാവരും വളരെയധികം പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഈ ഒരു പുതിയ ആനിമയുടെ അനൗൺസ്മെന്റ് 2024 ആനിമ എക്സ്പോയിലൂടെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഈ ആനിമയുടെ റിലീസിനെ കുറിച്ച് ഒരു വിവരം തന്നെ ലഭിക്കുന്നില്ല. എന്നിരുന്നാലും ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലോ ഈ ആനിമ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും ആനിമ അപ്ഡേറ്റുകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.